ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നലെ ഒരു സഹോദരനെ കുറിച്ച് പറഞ്ഞിരുന്നു. ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ മാതാവ് വിളിച്ച് അകത്തേക്ക് കയറ്റി കൊണ്ടുപോയി കാസയിൽ നിന്ന് രക്തമൊഴുകുന്നത് കണ്ട് ഇന്ന് പൂർണ്ണ വിശ്വാസിയായി മാറിയ ഒരനുജനെ കുറിച്ച്. ഈ കുടുംബമാണ് ഇന്ന് എന്നെ സഹായിക്കുന്നത്. സഹായിക്കാൻ മീൻസ് ആൾ സഹായം കേട്ടോ മക്കളെ. ഒരാൾ വേണമല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും. അങ്ങനെ ഞങ്ങളെ സഹായിക്കുന്നത്, ചേച്ചിയെ സഹായിക്കുന്നത് ഇന്ന് അവരാണ്. അപ്പോൾ ഒരു ദിവസം പുള്ളിക്കുണ്ടായ ഒരു അനുഭവം ചേച്ചി പറയാണ്. ഇത് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ചേച്ചി പറയുന്നത്. കാരണം പുള്ളി പള്ളിയുടെ മുറ്റത്ത് കാറിട്ടിരിക്കുകയാണ്. ആ കാറിൽ ഭയങ്കര മണം. കാറ് തുറന്നകത്ത് കയറിയപ്പം, ഞങ്ങളുടെ പള്ളിയിൽ കേട്ടോ, അന്ന് അവർ മാമോദിസ സ്വീകരിച്ചിട്ടില്ല. ഭയങ്കര മണം. പുള്ളി അതിൻ്റെ അകത്തേക്ക് കടന്നപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു കൊച്ചു ഒരു 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 ചെണ്ട് എന്ന് നമ്മൾ പറയില്ലേ, അതിൽ പൂവിരിക്കുന്നു. പുള്ളി ഇരിക്കുന്ന സീറ്റിൻ്റെ ആ ഭാഗത്തായിട്ട്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞ് നോക്കുമ്പം, എടുത്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പൂവിൽ നിന്നാണോ ഈ മണം വരുന്നത് നോക്കുമ്പോൾ ഈ പൂവിൽ നിന്നല്ല ഈ മണം വരുന്നത്. അതിൽ നിന്ന് മണം വരുന്നില്ല. അങ്ങനെ പല തരത്തിൽ പരിശുദ്ധമ്മയുടെ അപരിമേയമായ സുഗന്ധം കൊണ്ട് പുള്ളി നടത്തപ്പെടുകയായിരുന്നു. അതുപോലെ ഒരു ദിവസം, ഇതൊന്നും ഞങ്ങൾ പുറത്താരോടും ഷെയർ ചെയ്തിട്ടില്ല, ഒരു പ്രാവശ്യം ഇതുപോലെ പള്ളിയിൽ മുട്ടുകുത്തി നിൽക്കുമ്പം കയ്യിലേക്ക് ഒരു ജപമാല വന്ന് വീണു പുള്ളിയുടെ കയ്യിലേക്ക്. അപ്പോൾ പുള്ളി യേശുവിലേക്ക് കടന്നു വരാൻ വേണ്ടി ഇന്ന് ധാരാളം ജപമാല ചൊല്ലും. നടക്കുന്ന നടപ്പിൽ മുഴുവനും രാവിലെ നടക്കാനൊക്കെ പോകുമ്പോഴൊക്കെ പോക്കറ്റിലെ ജപമാലയാണ്. ഈ ജപമാല ചൊല്ലിക്കൊണ്ടും ധാരാളം വചനങ്ങൾ പറഞ്ഞുകൊണ്ടും ഇങ്ങനെ നടക്കും. ഞാൻ അവരെക്കുറിച്ച് ഒരു കൊച്ചു കാര്യം നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ വിഷയം അതല്ല. വിഷയം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ഒരാൾക്കും ഈ ഒരു ശക്തി, ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. കർത്താവിൻ്റെ വചനാണ്. 2 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം തിരുവാക്യം പറയാണ്, ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും, ശക്തിപ്പെടണമെങ്കിൽ എങ്ങനെ വേണം? പരിശുദ്ധാത്മാവ് കടന്നു വരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ മക്കളെ. പത്രോസ്ലീഹ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട വ്യക്തിയാണ്. മീൻ വലയിൽ നിന്ന് വലിച്ചു കയറ്റിയപ്പോൾ ആ മീനിൻ്റെ ഭാരം കൊണ്ട് വല കയറ്റാൻ പറ്റാതിരുന്നു. അങ്ങനെ നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തത്ര തരം അത്ഭുതങ്ങൾ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റുന്നതും, ഈ അത്ഭുതങ്ങൾ മുഴുവൻ നടന്നു കഴിഞ്ഞപ്പോഴും കർത്താവ്, നിങ്ങൾ കണ്ടു, ഞാൻ കാണിച്ച അത്ഭുതം കണ്ടു എന്ന് ചോദിച്ച് അവിടെ നിൽക്കുകയല്ല ചെയ്തത്. അവരെ തീറ്റിപ്പോറ്റുന്നു, അത്ഭുതം പ്രവർത്തിക്കുന്നു, നേരെ പോവുകയാണ് മലയിലേക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. മഹത്വം മുഴുവൻ പിതാവായ ദൈവത്തിന്. അതാണ് യേശു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് കാണിച്ചു തന്നത്. ലാസറിനെ ഉയർപ്പിക്കുമ്പോഴും പറഞ്ഞു, ലാസറേ നീ എഴുന്നേൽക്കുക എന്ന് പറയും മുന്നമേ, പിതാവേ അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം, കേട്ടതിന് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ലാസറിനോടത് പറയുന്നത്. പത്രോസ്ലീഹായോട് ഞാൻ ആരെന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറയുന്നത്? കേസറിയ ഫിലിപ്പി, അതായത് വിജാതിയുടെ ദേശത്ത് വന്നപ്പോൾ കർത്താവ് ചോദിച്ച ചോദ്യമായിരുന്നു അത്. അപ്പോൾ അവര് ഏലിയ എന്ന് പറയുന്നുണ്ട്, അങ്ങനെ പലരും ഇത് ഒരു ഇങ്ങനെ പറഞ്ഞു കർത്താവിനോട്. കർത്താവ് അവരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ജീവിക്കുന്ന ദൈവം, ജീവനുണ്ടാകാൻ വന്ന ദൈവം, നിത്യജീവൻ തരുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ ഏകപുത്രൻ നീയാണെന്നാണ് പത്രോസ്ലീഹ അന്ന് പറഞ്ഞത്. വെള്ളത്തിൻ്റെ മേലെ കൂടെ നടന്നു, എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടു. അപ്പം അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയാണ്, നിങ്ങൾ ഇന്ന് ഞാനിത് പറയാൻ കാരണം, ഇന്നൊരു വ്യക്തി ഓർക്കപ്പുറത്ത് ഇതിലെ കടന്നു പോയപ്പോൾ ഒന്ന് ഇവിടെ വന്ന് 1 മിനിറ്റ് നേരം ഒന്ന് നിൽക്കട്ടെ ചേച്ചി എന്ന് ചോദിച്ചിട്ട്, എനിക്ക് അവനെ മുന്നമേ പരിചയമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ അവിടെ ഒന്ന് ഇരുന്നു, പുറത്തിരുന്നു. അവനും അവിടെ നിന്ന് 1 മിനിറ്റ് നേരം. അപ്പം ഞാൻ സ്ഥലമൊന്നും ചേച്ചി പറയുന്നില്ല. ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് അവിടെ പോയി ഇവിടെ പോയി അവിടെ ചെന്നപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പറയാണ്. അവസാനം അവൻ പറയാണ്, അച്ഛൻ പറഞ്ഞു കഴുത്തിൽ ജപമാല ഇടരുത് എന്ന് പറഞ്ഞൊന്ന്. ഞാൻ പറഞ്ഞു, നീ പോവാൻ നോക്കിക്കോ, അതേതാണ് ഈ ധ്യാന കേന്ദ്രം?
ഇതാണ് വ്യാജ പ്രവാചകന്മാർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അത് അവൻ പറയുന്നത് സത്യമാണോ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഒരു വൈദികൻ അത് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പോലും ജപമാല നിങ്ങൾക്ക് അത് നിങ്ങളുടെ കഴുത്തുകൾക്ക് ആഭരണമാകട്ടെ, ആ ചങ്ങല നിങ്ങൾക്ക് ആഭരണമാകട്ടെ. എൻ്റെ പൊന്നുമക്കളെ, എൻ്റെ കണ്ണുകൾ കൊണ്ട് എത്രയോ തവണ പരിശുദ്ധമ്മയെയും ജപമാലയെയും ഞാൻ അതിനാണ് പനീനെ കുറിച്ച് പറഞ്ഞത്. അവരൊക്കെ അമ്മ വന്ന ആദ്യം നയിച്ചത് ജപമാലയിലേക്കാണ്. ചൊല്ലുമക്കളെ ജപമാല എടുക്കുക എന്നാണ് അമ്മ എപ്പോഴും ഞങ്ങളോട് തുടക്കകാലങ്ങളിൽ വന്ന് പറഞ്ഞിരുന്നത്. ആകാശത്തെ അമ്മയുടെ തല, താഴെ കാലു ഭൂമിയിലായിട്ട്. വെളിപാടിൻ്റെ അമ്മയില്ല റോസ് ഉടുപ്പും നീലങ്കി ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എന്താ എനിക്ക് സഹനങ്ങളൊന്നുമില്ലേ? സഹനത്തിൻ്റെ തീച്ചൂളയിൽ കിടന്ന് വേവുകയാണ് ഞാൻ. അങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ കർത്താവ് ഇങ്ങനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എങ്കിലും ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുന്ന ഒരു കൃപയാണ് ക്രിസ്തുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ട് നിങ്ങൾ എൻ്റെ പുറകെ വരണ്ട എന്ന് കർത്താവ് പറയേണ്ട ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ പത്രോസ്ലീഹ. ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും മുഴുവൻ കണ്ട വ്യക്തി. നീ പത്രോസേ, ഇത് നിനക്ക് എൻ്റെ പിതാവായ ദൈവമാണ്, ജഡരക്തമാംസങ്ങളല്ല വെളിപ്പെടുത്തിയതെന്ന് കർത്താവ് പത്രോസ്ലീഹായോട് പറഞ്ഞു. എന്നിട്ട് പോലും കർത്താവിൻ്റെ സഹനം, ക്രൂശീകരണം, ഞാനും മരിക്കും എന്ന് കണ്ടപ്പോൾ പൂർണ്ണമായിട്ട് കർത്താവിനെ അങ്ങോട്ട് ഭംഗിയായിട്ട് തള്ളി പറഞ്ഞു. ആരോട്? വേറൊരു അവിടുത്തെ ഒരു വേലക്കാരിയോട്, വേറൊരു സ്ത്രീയോട് പറയുന്നു, ഞാനൊന്നും അവനറിയില്ല, ഞാൻ അവൻ്റെ കൂടെ ഉള്ളതല്ല. അവന് ശപിക്കാനും പ്രാവാനും തുടങ്ങിയെന്നാ പറയുന്നത് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ. ഞാൻ അവനെ അറിയില്ല എന്ന് വരെ പറഞ്ഞു. എന്നാൽ ആ പത്രോസ്ലീഹ പിന്നീട് ആ മാളിക മുകളിലിരുന്ന് പരിശുദ്ധമ്മയോടൊപ്പം പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവർ ശക്തി പ്രാപിച്ചു. അവർ ലോകം മുഴുവൻ പോയി. തോമസ് ലീഹ ഇന്ത്യയിലേക്കും പോന്നു. പല ദേശത്തേക്ക് കടന്നു പോയിക്കൊണ്ട് അവര് ശക്തിയായി ധൈര്യത്തോടെ ആര് വേണമെങ്കിൽ ഞങ്ങളെ കൊന്നോളാൻ പറഞ്ഞുകൊണ്ട് തല കീഴായും കുത്തേറ്റും വെട്ടേറ്റും അവർ മരിക്കാൻ തയ്യാറായി. പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞപ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഈ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോഴും ഈ സുവിശേഷം കേൾക്കുമ്പോഴും എൻ്റെ പൊന്നുമക്കൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ഞാൻ എന്ത് വേണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങളോട്, ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്നരുളി ചെയ്ത എൻ്റെ ഈശോയെ, ഞാൻ ചോദിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്യുന്ന ഈ അനുഗ്രഹം എനിക്ക് തരണമേ. പരിശുദ്ധാത്മാവിനെ നിറച്ച് ഞങ്ങളുടെ ഓരോ വ്യക്തികളിലേക്കും, നിങ്ങളുടെ ബന്ധുമിത്രം, എൻ്റെ ഭർത്താവ്, ഭാര്യ, കുട്ടികൾ, അപ്പൻ, അമ്മ, നിങ്ങളുടെ ബന്ധുമിത്രങ്ങൾക്കെല്ലാം ഓരോരുത്തരുടെ പേര് പറഞ്ഞു പറയണം, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ എന്ന്. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, കിടക്കുമ്പോഴും ഗുഡ് നൈറ്റ് ഹോളി സ്പിരിറ്റ് എന്നൊന്ന് പറയുക. പരിശുദ്ധാത്മാവിനെ തരാൻ പിതാവായ ദൈവത്തോട് യേശു മുഖാന്തിരം പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 26-ഉം 27-ഉം തിരുവാക്യങ്ങൾ. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി, അത് നമുക്ക് മാമോദീസ മുഖാന്തരം കിട്ടിയിട്ടുണ്ട്, വചനത്താൽ വെണ്മയുള്ളതാക്കി. അപ്പൊ വെണ്മയുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ബൈബിള് പഠിക്കണം. ജപമാലയും ബൈബിള് തന്നെയാണ്. പക്ഷെ ബൈബിളിൽ ഇത്രയധികം വചനങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. ജപമാല ഒരു പ്രാർത്ഥനയാണ്. ബൈബിൾ നിങ്ങൾ ഓരോ വചനങ്ങൾ ഹൃദിസ്ഥമാക്കണം. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും അത് നിങ്ങളുടെ അധരത്തിലുണ്ടായിരിക്കണം. കർത്താവിൻ്റെ വചനമാണത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നത് പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. രാവും പകലും നീ അതേപ്പറ്റി ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യുന്നതാണ് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള തിരുവാക്യങ്ങളിൽ പറയുന്നത്. കണ്ടു? ജലം കൊണ്ട് കഴുകി, വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ, അതായത് നമ്മൾ ഓരോരുത്തരും അങ്ങോട്ട് വിചാരിച്ചോളൂ മക്കളെ, കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കാൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല. നമ്മളെ വിശുദ്ധരാക്കുന്നതിന് വചനത്തിന് അത്രമാത്രം, ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും
പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പറയണേ, വെളിപാടിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ വെളിപാട് 22 പറയണ്, ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരങ്ങളിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. കണ്ടു, വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. ഈ ലോകത്തിലൂടെ തന്നെ ലോകത്തിന്റെ എല്ലാ മോഹങ്ങളും താല്പര്യങ്ങളും വേണം എന്ന് വിചാരിച്ചാൽ ദൈവത്തെ പൂർണ്ണമായി കിട്ടുക അസാധ്യം. ഹല്ലേലൂയ. നായ്ക്കളും മന്ത്രവാദികളും, ആരാണ് നായ്ക്കള് ചേച്ചി പറയാം, മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. ആരാ സത്യം? യേശു. അപ്പൊ യേശുവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. അല്ലാതെ എത്ര പുണ്യപ്രവൃത്തി ചെയ്താലും അസത്യത്തെ സ്നേഹിക്കുകയും വചനമാണ് നമ്മോട് പറയുന്നത്. അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. അവിടെ പല്ലുകടിയും പിന്നെ എന്താ പറയാ നിലവിളിയുമായിരിക്കും. നരകത്തിന്റെ അഗ്നി തടാകത്തിലേക്ക് എറിയുകയാണ് അവരെ കർത്താവ് ചെയ്യുന്നത്. അവര് എറിയപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നായ്ക്കൾ എന്ന വിഗ്രഹാരാധകർ. ആരാണ് വിഗ്രഹാരാധകര്? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ചേച്ചി വിശ്വസിക്കുന്നു. അല്ലാതെ നമ്മുടെ പള്ളിയിൽ നമ്മൾ ദൈവത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന രൂപങ്ങളൊന്നും വിഗ്രഹങ്ങളല്ല കേട്ടോ. അതെന്റെ മക്കൾ മനസ്സിലാക്കിക്കൊള്ളൂ. ഇവിടെ പറയണ്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം തിരുവാക്യം, നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെ നായ്ക്കൾ. കണ്ടോ, നായ്ക്കൾ. ആരെയാണ് ഈ നായ്ക്കൾ എന്ന് വിളിച്ചിരിക്കുന്നത്? കാനാൻകാരി സ്ത്രീ വന്നപ്പോൾ പറഞ്ഞു, മക്കളുടെ ഭക്ഷണം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കില്ല എന്ന്. ഇവിടെ പറയാണ്, നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ വരുന്നിടത്ത് എൻ്റെ ആത്മാവ് ശുദ്ധമായി എൻ്റെ കർത്താവിനെ ഞാൻ എന്ത് വില കൊടുത്തും ആരാധിക്കും. ഞാൻ ബൈബിൾ പഠിച്ചിരിക്കും. അങ്ങനെ ഞാൻ ശുദ്ധിയുള്ളവളാകും എന്ന് ഓരോരുത്തരും ദൃഢപ്രതിജ്ഞ ചെയ്യണം. ഒരു നിമിഷം, എനിക്കറിയുന്ന ഒരു കുടുംബമുണ്ട്, ഭയങ്കര പ്രാർത്ഥനക്കാരാ. ആ കുടുംബം മുഴുവനും കൊച്ചുമക്കളെ അടക്കം നുണയല്ലാതെ പറയിപ്പിക്കില്ല അവര്. കൊച്ചു കാര്യങ്ങൾക്ക് പോലും വെറുതെയെങ്കിലും അവര് നുണ പറയും. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. നുണയനും നുണയുടെ പിതാവുമാണ് പിശാച്. അതുകൊണ്ട് ഞാനിങ്ങനെ നുണ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കണം. അത് വലിയ പാപമൊന്നും അല്ലല്ലോ എന്ന് ചിന്തിക്കല്ലേ മക്കളെ. ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ, ആമേൻ.